ഹലോ ഫ്രണ്ട്സ്, ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് സാംസങ്ങിന്റെ 25 CRT കിറ്റാണ്. ഇതിന് കംപ്ലൈന്റ് പടം വെട്ടമില്ല എന്നല്ല, വളരെ ഡാർക്ക് ആയിട്ടുള്ള ഇമേജ് ആണ്. പടം കാണാൻ പറ്റുന്നില്ല, ചില സമയം പടം ഇല്ല. നമ്മൾ സ്ക്രീൻ വലുതായിട്ട് കൂട്ടി വെച്ചാൽ ചെറിയൊരു റീട്രേസ് ലൈനോട് കൂടിയ ചെറിയൊരു പിക്ചർ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഞാൻ TV ഓൺ ചെയ്ത് കാണിക്കാം. TV ഓൺ ആയിട്ടുണ്ട്. സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത്രയും ഡാർക്കാണ്. അതിന്റെ ഗ്രെയിൻസ് വളരെ ഡാർക്ക് ആയിട്ടുള്ള ഗ്രെയിൻസ് ആണ് വരുന്നത്. ഡിസ്പ്ലേ സ്ട്രോങ് ആണ്, പക്ഷെ നമ്മുടെ ഇമേജ് വളരെ ഡാർക്കാണ്. ഗ്രെയിൻസ് വളരെ ഡാർക്ക് ആയിട്ടുള്ള ഗ്രെയിൻസ് ആണ്. AV ആക്കിയാൽ പടം ഇല്ല. ചില സമയം കുറച്ചുകൂടെ ഞാൻ ഇത് സ്ക്രീൻ കൂട്ടുവാണെങ്കിൽ ചെറിയ റീട്രേസോടുകൂടി പടം വരും. അപ്പൊ നമുക്ക് കംപ്ലൈന്റ് എന്താന്ന് നോക്കാം, വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ഓൺ ചെയ്ത് വോൾട്ടേജുകൾ ഒന്ന് ചെക്ക് ചെയ്യണം. ഞാൻ മീറ്റർ ഇവിടെ നെഗറ്റീവിൽ കണക്ട് ചെയ്യുന്നുണ്ട്. TV ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ 110 ലൈൻ 110 വോൾട്ട് മെയിൻ സപ്ലൈ ലൈൻ ഒന്ന് ചെക്ക് ചെയ്യാം. 122 വോൾട്ട് ഓക്കെ ആയിട്ടുണ്ട്. ഇത് 120 വോൾട്ട് ആണ് സെറ്റ്, അതാണ് 122. അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് LOT ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര ഉണ്ടെന്ന് നോക്കാം. നമ്മൾ 180 ലൈൻ, ഇതിൽ എത്ര വോൾട്ട് ഉണ്ടെന്ന് നോക്കാം. 185 വോൾട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രസന്റ് ആണ്. അത് ബേസിൽ വരെ എത്തുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. 185 ബേസിൽ വരെ 185 വോൾട്ട് എത്തുന്നുണ്ട്. വെർട്ടിക്കലിന്റെ പ്ലസ് വോൾട്ടേജ് ആണ്. വെർട്ടിക്കൽ പ്ലസ് വോൾട്ടേജ് 14.4. ഇത് വെർട്ടിക്കൽ മൈനസ് വോൾട്ടേജ് 13.4 ഉണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ടുണ്ട്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഒക്കെ. ഇനി നമ്മൾ നോക്കേണ്ടത് കംപ്ലൈൻറ്റോട്ട് എത്തുമ്പോൾ ഇനി ABL ഒരു 3.74 വോൾട്ടിനകത്ത് ഉണ്ടാകണം. ഈ LOTയുടെ കളക്ടർ, അത് കഴിഞ്ഞിട്ട് B+, അത് അടുത്ത പിന്നാണ് ഈ ABL. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം -1.5 വോൾട്ടാണ് അവിടെ കാണിക്കുന്നത്. ഇതെല്ലാം നമുക്ക് അവിടെ ഒരു 3.7 വോൾട്ട് എങ്കിലും വേണം. അതിന് B+ 120 ലൈനാണിത്. ഇതിന് ഒരു റെസിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട്. 120 വോൾട്ടിന് ഒരു റെസിസ്റ്റൻസ് ഇട്ട് ABLലേക്ക് ഒരു റെസിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട്. അവിടെ വോൾട്ടേജ് പ്രോപ്പറായിട്ട് വരുന്നില്ല. ആ റെസിസ്റ്റൻസ് വാല്യൂ 82K ആണ് ആ റെസിസ്റ്റൻസ്. നമുക്കന്ന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഓപ്പൺ ചെയ്യാതെ ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റില്ല. കാര്യം അവിടെ റെസിസ്റ്റൻസ് വേരി ആയിട്ടായിരിക്കും ചെയ്യുന്നത്. 68, 72. അപ്പം നമുക്ക് ഈ റെസിസ്റ്റൻസ് ഒന്ന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കണം. എപ്പോഴും നമ്മൾ സംശയമുള്ള റെസിസ്റ്റൻസുകൾ ഓപ്പൺ ചെയ്ത് തന്നെ ചെക്ക് ചെയ്യുക. ഇതാണ് ആ പോയിന്റ്. ഞാൻ ഈ റെസിസ്റ്റൻസ് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാല്യൂ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുത്ത് ചെക്ക് ചെയ്യാം.
അപ്പോൾ ഇതാണ് ആ റെസിസ്റ്റൻസ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മീറ്റർ 200K സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 82K ആണ്. മീറ്ററിൽ നോക്കിയാൽ അറിയാം വാല്യൂ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ റെസിസ്റ്റൻസ് ഓപ്പൺ ആണ്. ഞാൻ വേറൊരു 82K റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. റെസിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് സോൾഡർ ചെയ്ത് വിടണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ബെൽ ബട്ടണും അമർത്തണം. നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി എത്തും. നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നിന്ന് ടിന്നർ ഉപയോഗിച്ച് വാഷ് ചെയ്ത് വിടാം. നമ്മളെല്ലാം സോൾഡർ ചെയ്യുമ്പോൾ ഒന്ന് വാഷ് ചെയ്ത് വിടുന്നത് നല്ലതാണ്. അവിടെ പേസ്റ്റ് അധികമായിട്ട് ഇരിക്കില്ല. അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. മീറ്റർ അവിടെ ഗ്രൗണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെറ്റ് നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വോൾട്ടേജ് ഞാൻ DC 200 സെറ്റ് ചെയ്യുന്നു. മീറ്റർ നമ്മൾ DC 200 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വോൾട്ടേജ് 3.2 3.4 വോൾട്ട് ഉണ്ട്. ഇപ്പോൾ ABL വോൾട്ടേജ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളെ ഞാൻ സ്ക്രീൻ കാണിക്കാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രെയിൻസ് വന്നിട്ടുണ്ട്. നമുക്ക് പടവും കൂടെ ഒന്ന് കൊടുത്തു നോക്കാം. നമ്മളിപ്പോൾ പടം കൊടുത്തിട്ടുണ്ട്. ഗ്രെയിൻസ് ആണ്, സോഴ്സ് ചേഞ്ച് ചെയ്തു. ഇപ്പോൾ കണ്ടാൽ നല്ല സ്ട്രോങ് ആയിട്ട് ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. വെട്ടമുണ്ട്. സ്ക്രീൻ അല്പം കൂടുതലാണ്. ഞാൻ നേരത്തെ ചെക്ക് ചെയ്യാൻ വേണ്ടി കൂട്ടിയത്. അതുകൊണ്ടാണ് അത്രയും വൈറ്റ് ആയിട്ട് സ്ക്രീൻ നിൽക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.